ഹലോ നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിയോ ടെയിൽസ് രചനയോടൊപ്പം ഇന്ന് നമ്മളൊരു മിനി റേസറാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സമ്മർ ബൈ സ്ലേഡ് എന്ന ബ്രാൻഡിൻ്റെ സ്പ്ലാഷ് മിനി. വീനസിൻ്റെ ഒരു വീനസ് സ്നാപ്പ് എന്നൊരു മിനി റേസർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുമായിട്ട് ഇത് വളരെ സിമിലർ ആണ്, ഇവർ കളർ വൈസ് ഓൾസോ. പക്ഷേ വീനസിൻ്റെ എന്ന് പറയുന്നത് ഒരു ബോഡി പ്ലസ് 3 റേസേഴ്സിന് 700ഉം ഇവിടെ ഒരു ബോഡി പ്ലസ് 2 റേസേഴ്സിന് അറൗണ്ട് 399ഉമാണ്. ഇതൊരു 6 months പാക്കാണ്. മിനി റേസർ ആണെങ്കിലും ദിസ് കംസ് ഇൻ ദിസ് സോപ്പ് പെട്ടി പോലത്തെ ഒരു ഡിഷ് ആൻഡ് പ്ലാസ്റ്റിക് ആണ്. അത് ഭയങ്കര ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല, പക്ഷേ ട്രാവലിങ്ങിനൊക്കെ ഡെഫിനറ്റ്ലി കംഫർട്ടബിൾ ആണ് ആൻഡ് ഒരു സ്മോൾ സൈസുമാണ്. ഇതിലിങ്ങനെ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഹോൾസൊക്കെ ആ ബോക്സിൽ തന്നെയുണ്ട്, വിച്ച് ഇസ് ഗുഡ്. അപ്പം റേസർ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും. മിനി റേസർ എന്ന് പറഞ്ഞാലും റേസറിൻ്റെ ബ്ലേഡ് സൈസ് എന്ന് പറയുന്നത് നോർമൽ റേസറിൻ്റെ സൈസ് തന്നെയാണ്. ജസ്റ്റ് റേസറിൻ്റെ ബോഡി നീളം കുറവാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്, ക്യാരി ചെയ്യാൻ ഈസിയാണ്. പിന്നെ ഇതിൽ റിമൂവബിൾ ആണ് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഹെഡ് വരുന്നുണ്ട്. അത് പ്ലേസ് ചെയ്യാൻ വളരെ ഈസിയാണ്. 2 എക്സ്ട്രാ ഹെഡായിട്ട് അല്ലാതെ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാനും പറ്റും. അതിന് 299 ഉള്ളൂ പ്രൈസ്. സോ ദാറ്റ് ഇസ് ഓക്കെ. എക്സ്ട്രാ ഹെഡ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിന് അവരൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. സോ റസ്റ്റ് ഫ്രീ ആയിട്ട് സൂക്ഷിക്കാം, അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് വരെ റസ്റ്റ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട്. സോ ദാറ്റ്സ് ഓൾസോ ഗുഡ്. അപ്പോൾ ഇതിലെ റേസർ 4 ബ്ലേഡ് ആണ്. അലോവേര ആൻഡ് വൈറ്റമിൻ ഇ ഉണ്ട്. പക്ഷേ വീനസ് പോലെയല്ല, യു നീഡ് എൻ എക്സ്ട്രാ വിപ്പിംഗ് ക്രീം ഓർ ഷേവിംഗ് ക്രീം ടു യൂസ് ഇറ്റ് ഓൺ ദ ബോഡി. ഡ്രൈ സ്കിന്നിൽ ഡയറക്റ്റായിട്ട് ചെയ്യാതിരിക്കുക, എപ്പോഴും ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിൽ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ഈ റേസർ കട്ടുകളോ അല്ലെങ്കിൽ ഇൻഗ്രോത്ത് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞ ഒരു ഫ്ലെക്സിബിൾ ഹെഡാണ്. അപ്പോൾ നമ്മുടെ നൂക്സ് ആൻഡ് കോർണേഴ്സ് ഓഫ് ദ ബോഡി ചെയ്യാനായിട്ട് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പിന്നെ അത്ര ഷാർപ്പും അല്ല. അപ്പോൾ ആദ്യം കൈയൊന്ന് വെറ്റാക്കുക, അതിനുശേഷം ഏതെങ്കിലും ഒരു ഷേവിംഗ് ഫോമോ ഈവൻ കണ്ടീഷണറോ എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷേ ഡ്രൈ സ്കിന്നിൽ ചെയ്യാൻ പാടില്ല, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ബട്ട് നമുക്ക് കയ്യിലത് എപ്പോഴും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഈവൻ ബോഡി ഹെയർ ഏത് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി താഴോട്ട് മേലോട്ടും ഒക്കെ ചെയ്യും. അപ്പം എനിക്ക് ഈ എൽബോസിൽ നിന്ന് താഴോട്ട് കയ്യിലോട്ട് ചെയ്യുന്ന ഡയറക്ഷനിലാണ് ബെറ്റർ ആയിട്ടൊരു റിസൾട്ട് കിട്ടിയത്. വളരെ സ്ലോ ആയിട്ട് മാക്സിമം പ്രസ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇതിനൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കട്ട്സ് ഒന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേ ഇല്ല. ഇപ്പോൾ വീനസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും വീനസ് വളരെ ഷാർപ്പാണ്. അപ്പോൾ എനിക്ക് കൈ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു റേസറിന് ഈ സമ്മർ ബൈ സ്ലേഡ് സ്പ്ലാഷ് മിനി എനിക്ക് ഒരു കട്ടും കിട്ടിയിട്ടില്ല. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ അത് റിമൂവ് ചെയ്തിട്ടുമുണ്ട്. കൈ തൊട്ട് നോക്കുമ്പോൾ ഒരുവിധം നല്ല സ്മൂത്താണ്. ക്ലോസപ്പ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാൻ പറ്റില്ല, അത്ര ക്ലോസ് കട്ട് ഷേവ് അല്ല. ഐ ഹാവ് യൂസ്ഡ് ബെറ്റർ ഷാർപ്പർ റേസേഴ്സ്. പക്ഷേ ഈ ഒരു പ്രൈസിന് 4 ബ്ലേഡ് റേസർ എന്ന നിലയിൽ ആസ് എ മിനി വൺ ദിസ് ഇസ് വെരി കൺവീനിയൻറ്റ്. ഞാൻ എൻ്റെ ഇടത്തെ വലത്തെ കൈ മാറി മാറി ചെയ്ത് നോക്കി. ഐ ഫെൽ ദ സെയിം. എൽബോയിൽ നിന്നും കൈയിലേക്ക് ഷേവ് ചെയ്യുമ്പോഴാണ് ബെറ്റർ റിസൾട്ട് കിട്ടിയത്. ഇത് ഞാൻ കാലിലും ബോഡിയിലും ആംപിറ്റ്സിലും ഒക്കെ ഉപയോഗിച്ച് നോക്കി. ഇറ്റ് വാസ് ഗുഡ്. ഞാൻ അത് പ്രൈവറ്റ് ഏരിയാസിലേക്ക് യൂസ് ചെയ്തില്ല, കാരണം നമ്മൾ ഈ ബിക്കിനി ഏരിയ അല്ലെങ്കിൽ പ്യൂബിക് ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി ലോങ്കർ റേസേഴ്സാണ് ഇഷ്ടം. കാരണം നമുക്ക് ഒരു ബെറ്റർ മെന്യൂവറബിലിറ്റി കിട്ടുന്നത് അപ്പോഴാണ്. ഷോർട്ട് റേസേഴ്സ് എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും പ്യൂബിക് ഹെയർ ഒക്കെ ചെയ്യുമ്പോൾ 6 ബ്ലേഡ് ഓർ 5 ബ്ലേഡ് റേസേഴ്സാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് അത്ര ഷാർപ്പ് അല്ലാത്തതുകൊണ്ട് യു മേ ഹാവ് ടു ഡു ചിലപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് പ്യൂബിക് ഹെയർ ഇസ് തിക്കർ. അപ്പോൾ അതുകൊണ്ട് I feel this may not be the right razor choice, but otherwise for body ചെയ്യാൻ ഇത് കൺവീനിയൻ്റ് ആണ്. ട്രാവലിങ്ങിനൊക്കെ വളരെ ഗുഡ് ആണ്. പ്രൈസ് പോയിന്റ് ആണെങ്കിലും വളരെ അഫോർഡബിൾ ആണ്. ഓവറോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മിനി റേസർ ടു ഗോ ഫോർ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല.